ഹായ് എവരി വൺ. ഇൻ ദ വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ പ്രഗത്ഭരായ 3 ന്യൂറോ സർജൻസ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ബ്രെയിൻ ട്യൂമറിനെ കുറിച്ച്. ഷനാസ് ഡോക്ടറെ, സാധാരണഗതിയിൽ നമ്മളൊരു തലവേദന, ഒരു ഹെഡേക്ക് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കാണല് ബ്രെയിൻ ട്യൂമർ എന്നുള്ള രീതിയിലായിരിക്കും. സത്യത്തിൽ എല്ലാ തലവേദനകളും ബ്രെയിൻ ട്യൂമറാണ്? നമ്മൾ അത്തരത്തിൽ പേടിക്കേണ്ടതാണ്? മിക്കവാറും തലവേദനകളൊന്നും പേടിക്കേണ്ട രൂപത്തിലുള്ള തലവേദനയല്ല. ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ഒ പിയിൽ വരുന്ന തലവേദന എന്ന് പറഞ്ഞാൽ മൈഗ്രെയിൻ, വാസ്കുലർ ഹെഡേക്ക് അല്ലെങ്കിൽ സൈനസൈറ്റിസ് ആണ്. പൊതുവേ തലവേദന, ശക്തമായ തലവേദന അല്ലെങ്കിൽ ഛർദിയോട് കൂടിയുള്ള തലവേദന അല്ലെങ്കിൽ തലവേദനയോടുകൂടെ രണ്ടായിട്ട് കാണുക, അതായത് ഡിപ്ലോപ്പിയ അങ്ങനെ ഉണ്ടെങ്കിലാണ് കൂടുതൽ അത് പ്രശ്നമായിട്ടുള്ളത്. അതേപോലെ തന്നെ കൈകാൽ തരിപ്പ്, കയ്യിലും കാലിലും ബലക്കുറവ് അങ്ങനെ ഉണ്ടെങ്കിലാണ് തലവേദന കൂടുതൽ പ്രശ്നമായിട്ട് വരാറുള്ളത്. അപ്പോൾ അസീം ഡോക്ടറെ, ഈ പറഞ്ഞ തരത്തിലുള്ള തലവേദനയും ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ആ രോഗി ആദ്യം എന്ത് ചെയ്യണം? ഈ പറഞ്ഞ തലവേദനയോട് കൂടിയിട്ടുള്ള ആളുകളാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സ്വയം ചികിത്സിക്കാതിരിക്കുക. നിങ്ങൾ ആദ്യം തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ച് ഇത് ഏത് ടൈപ്പ് തലവേദനകളാണെന്നുള്ളത് കണ്ടെത്താനുള്ളത് നോക്കുക. അപ്പം ഇങ്ങനത്തെ തലവേദനകളുള്ള രോഗികളാണെങ്കിൽ അവർ സാധാരണ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ പറഞ്ഞാൽ ഒന്ന് കാഴ്ച പരിശോധന ചെയ്യും. ഒരു കണ്ണ് ഡോക്ടറെ കാണിച്ച് കണ്ണിലെ പവർ എത്രയുണ്ട്, പിന്നെ കണ്ണിലെ ഞരമ്പിലേക്ക് നീർക്കെട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കും. നമ്മൾ ഫണ്ടസ് എക്സാമിനേഷൻ എന്ന് അതിന് പറയാം. പിന്നെ അതല്ലാതെ നമ്മൾ കൂടുതൽ ടെസ്റ്റുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഈ തലവേദനയോട് കൂടി അപസ്മാരം വരുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ EG പോലത്തെ ടെസ്റ്റുകൾ ചെയ്തു. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് 100% നമുക്ക് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് CT, MRI പോലത്തെ ഇമേജിങ് കാര്യങ്ങൾ ചെയ്തു വെക്കണം. നമ്മൾ ഇമേജിങ് മൊഡാലിറ്റീസ് എന്ന് പറയും. ഈ ഇമേജിങ് മൊഡാലിറ്റീസ് CT, MRI, അൾട്രാസൗണ്ട് പോലത്തെ ടെസ്റ്റുകളൊന്നും തലയുടെ കാര്യങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അത് ചെറിയ കുട്ടികൾക്ക് മാത്രമേ യൂസ് ചെയ്യൂ. വലിയ ആളുകൾക്ക് എപ്പോഴും തലൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ CT, MRI പോലത്തെ നമ്മൾ മോഡേൺ ആയിട്ടുള്ള ഇങ്ങനത്തെ ടെസ്റ്റും സാധനങ്ങളൊക്കെ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് തലച്ചോറിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും. അപ്പോൾ ഷഫീഖ് ഡോക്ടറെ, ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ തലച്ചോറിൽ കാണുന്ന ട്യൂമറുകളും ക്യാൻസറുകളാണോ? നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു അപകടകാരികളായിട്ടുള്ള മുഴകളായിരിക്കും? അല്ല ഡോക്ടറെ, എല്ലാ ട്യൂമേഴ്സും ക്യാൻസറസ് ട്യൂമേഴ്സ് ആണെന്ന് പറയാൻ കഴിയില്ല. ബ്രെയിൻ ട്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിൻ ട്യൂമേഴ്സ് എന്നുള്ള ഒരു കളക്റ്റീവ് ടേം മാത്രമാണ്. ഒരുപാട് തരത്തിലുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് നമ്മൾ കാണാറുണ്ട്. ഗ്ലയോമാസ് എന്ന് പറയുന്നത് ക്യാൻസറസ് ആയിട്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ആണ്. അതിൽ തന്നെ ലോ ഗ്രേഡ് ഗ്ലയോമാസ്, ഹൈ ഗ്രേഡ് ഗ്ലയോമാസ് ഒക്കെ ഉണ്ട്. പിന്നെ മെനിഞ്ചോമാസ് എന്ന് പറഞ്ഞ ട്യൂമേഴ്സ് ഉണ്ട്. അത് ബിനൈൻ ആയിട്ടുള്ള ഗ്രേഡ് 1 മെനിഞ്ചോമാസ് ഒക്കെ ഒട്ടുമിക്കതും ഒട്ടും ക്യാൻസറസ് അല്ലാത്ത, പടർന്ന് പന്തലിക്കാത്ത ടൈപ്പ് ട്യൂമേഴ്സ് ആണ്. എന്നാൽ ഗ്രേഡ് 2, 3 ഇത്തരത്തിലുള്ള ക്യാൻസറസ് ഫീച്ചേഴ്സ് മെനിഞ്ചോമാസിനും കാണാറുണ്ട്. പിറ്റ്യൂട്ടറി അഡിനോമാസ് എന്ന് പറഞ്ഞ ട്യൂമേഴ്സ് കാണാറുണ്ട്. പിന്നെ മെറ്റാസ്റ്റാസിസ്, അതായത് മറ്റു സ്ഥലങ്ങളിലുള്ള ട്യൂമേഴ്സ്, ലങ്സിൽ നിന്നോ മറ്റു അവയവങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ബ്രെയിനിലോട്ട് ഇത്തരത്തിലുള്ള ട്യൂമേഴ്സ് സ്പ്രെഡ് ചെയ്ത് വരുന്നതും കാണാറുണ്ട്. പിന്നെ CT, MRI പോലെയുള്ള ഇമേജിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും അത് ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളത് പത്തോളജിക്കലി മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ അത് നമ്മൾ പരിശോധിച്ചാലാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക. ബയോപ്സിയിലൂടെയോ അല്ലെങ്കിൽ ട്യൂമർ എക്സിഷനിലൂടെയോ ഒക്കെയാണ് ഇത് പത്തോളജിക്കൽ റിപ്പോർട്ടിലോട്ട്, ബയോപ്സിയിലോട്ട് നമ്മൾ പോകാറുള്ളത്. അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് എന്ത് തരം ട്യൂമറാണെന്ന് ഉറപ്പിക്കാനും തുടർ ചികിത്സകൾ വേണമോ ഇല്ലയോ എന്നുള്ളത് നിശ്ചയിക്കാൻ പറ്റുകയുള്ളൂ.